ഹേ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് എനിക്ക് ഇന്ന് തൃശ്ശൂർ വരെ പോകണമായിരുന്നു. വേറൊന്നുമല്ല, എന്റെ ലഗേജസ് ഒക്കെ അവിടെ ആയിരുന്നു. ഞാൻ ലഗേജസ് ഒന്നും എടുക്കാതായിരുന്നേ വന്നിട്ടുണ്ടായിരുന്നേ. ഇപ്പൊ തോന്നാതെ അപ്പോഴേ ഇങ്ങ് എടുത്തിട്ട് വന്നാൽ മതിയായിരുന്നു. ഏതാണ്ട് ഒരു 6:30 തൊട്ട് കുത്തിയിരിപ്പായിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ. എന്നിട്ട് ട്രെയിൻ വന്നതോ 8:30. എന്റെ ടെൻഷൻ മൊത്തം സീറ്റ് കിട്ടുമോ എന്നുള്ളതാണ്. നമ്മൾ ട്രെയിനിൽ കയറിയപ്പോഴും മൊത്തത്തിൽ സ്ഥലമായിരുന്നു. ഓടി നടന്ന് കിടക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു ആ ട്രെയിനില്. ആദ്യമൊക്കെ എന്തോ ഒരു കാര്യം പോലായിരുന്നു ഈ ട്രെയിനിൽ ഇങ്ങനെ പോകുന്നത്. പിന്നെ ഞാൻ വേറൊന്നും കൊണ്ടല്ലടാ, ഈ വ്യൂസ് ഒക്കെ കണ്ടിരിക്കാൻ നല്ല രസമാണ്. പക്ഷെ 4 മണിക്കൂർ കുത്തിയിരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് ഇത്തിരി പാടുള്ള കാര്യമാണ്. അങ്ങനെ കാത്തുകാത്തിരുന്നത് തൃശ്ശൂർ എത്തിയിട്ടുണ്ട്. വിശന്ന് കിളി പോയിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ നമ്മൾ ഗുരുവായൂർ കഫേയിലാണ് കയറിയിട്ടുള്ളത്. എനിക്ക് ഇവിടുത്തെ ഫുഡ്സ് എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അതേപോലത്തെ ടേസ്റ്റ് ആട്ടോ ഇവിടുത്തെ ഫുഡിനെല്ലാം. ഞാൻ ഇവിടെ പഠിച്ചപ്പോഴെല്ലാം മിക്കപ്പോഴും ഞാൻ ഇവിടെ വന്നിരുന്ന ഫുഡ് കഴിക്കുന്നുണ്ടായിരിക്കാം. ഈ കഫേന്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ഹോസ്റ്റല്. അങ്ങനെ നമ്മുടെ പിള്ളേരെയും കണ്ടിട്ടുണ്ട്. ശരിക്കും എനിക്ക് ഹോസ്റ്റലിൽ ചെന്നപ്പോൾ സങ്കടവും സന്തോഷവും എല്ലാം കൂടി ഒരുമിച്ച് വന്നൊരു അവസ്ഥയായിരുന്നേ. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ കാര്യമൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു ബോണ്ട് ഞാൻ നല്ല പോലെ മിസ് ചെയ്യുവേ. ഒരാഴ്ചയിലെ കഥ മൊത്തവും വിവരിച്ചു വന്ന ശേഷം ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. ഒരാൾ വലിയ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കരയില്ലാന്ന്. പക്ഷെ ഇറങ്ങിയപ്പോ നല്ല ഡാം പൊട്ടണ മാതിരി കരയുന്നുണ്ടായിരുന്നേ. ഭൂമി ഉരുണ്ടിട്ടല്ലേ, നമുക്ക് എവിടെങ്കിലും വെച്ച് കാണാടോ. കൂടുതൽ നേരം അവിടെ നിന്ന് കഴിഞ്ഞാൽ ഞാനും കരയുന്ന എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. തിരിച്ചു വന്നപ്പോൾ നല്ല മഴയായിരുന്നു. അതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പൊക്ക് ബൈ.